കഴിഞ്ഞ ദിവസം നമ്മുടെ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ത്യൻ പാർലമെന്റിനകത്ത് 2025-26 വർഷത്തേക്കുള്ള ഫിനാൻസ് ബജറ്റ് അവതരിപ്പിച്ചു, യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ചു. അതിലെ കുറച്ച് മേജർ പോയിന്റ്സ് ആണ്. സോ ബജറ്റ് അവതരിപ്പിച്ചത് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് നമ്മളെ ഒരുവിധം മുഴുവൻ ആളുകളിലേക്ക് എത്തിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, നെക്സ്റ്റ് സ്ലൈഡ്, ഈ ഒരു സ്ലാബ് അല്ലേ, ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത്, എല്ലാവരിലേക്കും പാസ് ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ബജറ്റിൽ വരുന്ന സ്ലാബിന്റെ ചേഞ്ചസ് ആണ്. സോ 25-26 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഒരു സ്ലാബ് എന്ന് പറയുന്നത് ഈ ഒരു സ്ലാബാണ്. നിങ്ങളവിടെ യെല്ലോ കാണാം. അപ്പോൾ ഇതിന്റെ ഭാഗമായി നമ്മൾ കേട്ടിട്ടുണ്ടാവും 12 ലക്ഷം വരെ ഇനി ടാക്സ് ഇല്ല എന്നുള്ളത്. സോ നിങ്ങൾ സ്ലൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 0 to 4 lakhs നില്ലാണ്. ഇത് നമുക്ക് പഠിക്കാനും ഓർക്കാനും ഒക്കെ എളുപ്പമാണ്. 4 lakhs വെച്ചിട്ടാണ് ആഡ് ചെയ്ത് പോകുന്നത്. സ്ലാബ് ആണെങ്കിൽ 5, 10, 15, 20, 25, 30 ആ രീതിയിലേക്കാണ് പോകുന്നത്. സോ 4 ലക്ഷം മുതൽ 8 ലക്ഷം വരെയുള്ള ഇൻകത്തിന് 5% ടാക്സ് ഉണ്ട്. 8 ലക്ഷം മുതൽ 12 ലക്ഷം വരെയുള്ള ഇൻകത്തിന് 10% ടാക്സ് ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് 12 ലക്ഷം വരെ ടാക്സ് ഇല്ല എന്ന് പറയുന്നത്? ഇപ്പം ബജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞു, ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വന്ന പല കോളുകളും 12 ലക്ഷം വരെ ടാക്സ് ഇല്ല എന്ന് പറയുന്നു, പക്ഷേ സ്ലാബിൽ കാണുന്നുണ്ടല്ലോ എന്നുള്ള. ഇത് ആക്ച്വലി നേരത്തെ ഉള്ളതാണ്. ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. സോ ഈ 2 പോയിന്റ്സ്, ഇത് ഇൻകം ടാക്സിന്റെ ഒരു പ്രത്യേകത. ഇൻകം ടാക്സ് ഒരു ക്ലോസ് ആദ്യം പറയും, 12 ലക്ഷം വരെ ടാക്സ് ഇല്ല. അപ്പോൾ നമ്മളെല്ലാവരും 12 ലക്ഷം വരെ ടാക്സ് ഇല്ല എന്ന് വിചാരിക്കും. പക്ഷേ ടാക്സിന്റെ പ്രത്യേകത, അതിനടിയിൽ കുറേ സബ് ക്ലോസുകൾ ഉണ്ടാവും. എപ്പോഴൊക്കെയാണ് ആ ക്ലോസ് അപ്ലൈ ചെയ്യുമ്പോഴാണ് മേലത്തെ സ്റ്റേറ്റ്മെന്റ് എന്താവുന്നത്, പൂർണ്ണമാവുന്നത്. 87 റിബേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 60,000 റുപ്പീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട് 75,000 ഫോർ സാലറിഡ് പേഴ്സൺസ്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ 1 എടുക്കാം. ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഒരു വർഷം 12,75,000 രൂപ സാലറി ഇനത്തിൽ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ആളുടെ ടോട്ടൽ ഇൻകം 12,75,000 ആണെങ്കിൽ, സാലറി ഉള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു 75,000. സോ 12,75,000 നിന്ന് 75,000 കുറച്ചാൽ ബാക്കി നെറ്റ് ടാക്സബിൾ ഇൻകം 12 ലക്ഷം വരെയാണ്. മീൻസ് അയാളുടെ ഇൻകം 12 ലക്ഷമാണ്. ഒരു വ്യക്തിയുടെ ഇൻകം 12 ലക്ഷം ആണെങ്കിൽ അത്തരം വ്യക്തികൾക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A പ്രകാരം ഒരു 60,000 റിബേറ്റ് കൊടുക്കുന്നുണ്ട്. ഒന്ന് പഴയ സ്ലൈഡിലേക്ക് പോകും. ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം 5% എന്ന് പറഞ്ഞാൽ 20,000 ആണ്. 8 ലക്ഷം മുതൽ 12 ലക്ഷം വരെ 40,000 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ഇതിന്റെ ആഗ്രിഗേറ്റ് 60,000 ആണ്. സോ ഒരു വ്യക്തിയുടെ ഇൻകം 12 ലക്ഷം വരെ ആണെങ്കിൽ ആ വ്യക്തിക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന റിബേറ്റ് ആണ് 60,000 എന്ന് പറയുന്നത്. ആ റിബേറ്റ് ഉള്ളത് കൊണ്ടാണ് എന്താവുന്നത്, ആ വ്യക്തിക്ക് ടാക്സ് ഇല്ലാതാവുന്നത്. അല്ലാതെ 12 ലക്ഷം വരെ ഇൻകത്തിന് ടാക്സ് ഇല്ല എന്നുള്ള ഫസ്റ്റ് പറഞ്ഞ കോമൺ സെന്റൻസ് എന്തായി, കുറെ ക്ലോസിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇനി നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ, മ്യൂച്വൽ ഫണ്ടിലോ കാര്യങ്ങളിലോ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ ഇൻകം ഈ 12 ലക്ഷത്തിലേക്ക് കൂട്ടിയിട്ടല്ല ചെയ്യുക, അതിന് സെപ്പറേറ്റ് കാൽക്കുലേഷൻ ആണ്. സോ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ 12 ലക്ഷം വരെ ടാക്സ് ഇല്ല എന്ന് പറഞ്ഞാലും തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി എക്സാമ്പിൾ 2ലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സാലറി ഇൻകം 13 ലക്ഷമാണ്. നേരത്തെ പറഞ്ഞ അതേ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 കിട്ടുന്നു. അപ്പം നെറ്റ് ടാക്സബിൾ ഇൻകം 12,25,000 രൂപയായി. സോ എന്തായി, 12 ലക്ഷത്തിന്റെ മേലെ പോയപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ആ റിബേറ്റ് നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ റിബേറ്റ് കിട്ടാതിരിക്കുമ്പോൾ 63,750 രൂപ നെറ്റ് ടാക്സ് നമുക്ക് വരുന്നു. വ്യത്യാസം മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ ഇൻകം ടാക്സിന്റെ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇനി നമ്മളെല്ലാവരും ബിസിനസ് ഓണേഴ്സ് ആണ്. നമ്മുടെയൊക്കെ ഇൻഡിവിജ്വൽ റിട്ടേൺ ഈ ഒരു സ്ലാബിലാണ് വരുന്നതെങ്കിലും, നെക്സ്റ്റ് സ്ലൈഡ്, നമ്മുടെ ബിസിനസ്സിലേക്ക് എന്താണ് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ യാതൊരുവിധ ചേഞ്ചസും നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ പാർട്ണർഷിപ്പ് ആണ് അല്ലെങ്കിൽ LLP ആണ്, എത്രയാണ് നമ്മുടെ ടാക്സ് റേറ്റ്? 30% ആണ്. കമ്പനി ആണെങ്കിൽ വ്യത്യാസമുണ്ട് അല്ലേ? അപ്പം ഈ രീതിയിലുള്ള ഒരു സ്ലാബും നിലവിൽ മാറ്റം വരുത്തിയിട്ടില്ല. നമ്മുടെ കമ്പനി ആയാലും ഒക്കെ നേരത്തെ സ്ലാബ് പ്രകാരം തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത സ്ലൈഡ്, ഇത് ഇവിടെയുള്ള ഒരു 90% ആളുകൾക്കും ഉപകാരപ്പെടുന്ന ഒരു പോർഷൻ ആയിരിക്കും TDS. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും TDS എന്ന് പറയുന്നത്, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്നാണ് TDS എന്ന് പറയുന്നത്. എന്താണ്? ഞാൻ യാസിർ സാറിന് ഒരു ഇൻകം കൊടുക്കുന്നു, മീൻസ് ഒരു എമൗണ്ട് കൊടുക്കുന്നു, അത് യാസിർ സാറിന്റെ ഇൻകം ആണ്. ഒരു പക്ഷേ യാസിർ സാറിന് ആ ഒരു ഇൻകം ഡിക്ലെയർ ചെയ്യാതിരിക്കാം. ഞാൻ ക്യാഷ് ആയിട്ട് കൊടുത്തെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനെ കാണിക്കണമെന്നില്ല. പക്ഷേ ആ ഒരു കേസിലാണ് TDS എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ കൊണ്ടുവരുന്നത്, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഞാൻ സാറിന് കൊടുക്കുമ്പോൾ തന്നെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഞാൻ ഡിഡക്ട് ചെയ്തിട്ട് സാറിന്റെ പേരിൽ
ഇൻകം ടാക്സിലേക്ക് അടയ്ക്കുന്നു. അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ എന്താ, യാസിർ സാറിന് പിന്നെ പറയാനുള്ള ഓപ്ഷൻ ഇല്ല, അങ്ങനെ ഒരു ഇൻകം ഇല്ല എന്നുള്ളത്. സോ നമ്മുടെ ഇൻകത്തെ അതിന്റെ ഉറവിടത്തിൽ വെച്ച് തന്നെ അതിന്റെ ടാക്സ് കട്ട് ചെയ്യുന്ന പ്രൊവിഷനാണ് TDS എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ടതാണ് റെന്റ്. നമ്മളെല്ലാവരും ബിസിനസ് ചെയ്യുന്നവരാണ്, നമുക്കെല്ലാവരും ബിസിനസ്സിന് നമ്മൾ റെന്റ് കൊടുക്കുന്നുണ്ടാവും. റെന്റിന്റെ TDS സെഷൻ എന്ന് പറഞ്ഞാൽ 194 ആയി, അതിന്റെ പെർസെൻറ്റേജ് 10%. നേരത്തെ ഒരു മാസം 20,000 രൂപയിൽ കൂടുതൽ നമ്മൾ റെന്റ് കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ 10% TDS കട്ട് ചെയ്യേണ്ടിയിരുന്നു. ആ 20,000 എന്നുള്ളത് 50,000 ആയി. നേരത്തെ ആഗ്രിഗേറ്റ് 2,40,000 ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് സ്വാഭാവികമായിട്ടും 50 × 12 6 lakh. ഇനി മന്ത്ലി 50,000 അബോവ് റെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം TDS ഡിഡക്ട് ചെയ്താൽ മതി. ഈ റെന്റ് നമ്മളെല്ലാവരും അല്ലേ, ഒരു പക്ഷേ 90% ഓഫ് ബിസിനസ് ഓണേഴ്സിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ദെൻ ഒന്നാണ് കമ്മീഷൻ. നമ്മൾ കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ 194H, നേരത്തെ 50,000 അബോവ് കമ്മീഷൻ പേ ചെയ്യുന്നുണ്ടെങ്കിൽ TDS ഡിഡക്ട് ചെയ്യണം എന്നായിരുന്നു. അതിൽ ചെറിയൊരു ഇൻക്രിമെന്റ് മാത്രമേ ഉള്ളൂ. ന്യൂ ലിമിറ്റ് 20,000 ആണ്. ദെൻ പ്രൊഫഷണൽ ഫീസ് ആൻഡ് ടെക്നിക്കൽ സർവീസസിനുള്ള ഫീസ്. എന്താണ് പ്രൊഫഷണൽ ഫീസ് എന്ന് പറയുന്നത്? CAക്ക് കൊടുക്കുന്നത്, CS കൊടുക്കുന്നത്, HR കൊടുക്കുന്നതൊക്കെ പ്രൊഫഷണലാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, TDS കട്ട് ചെയ്യും. 194J ആണ് സെഷൻ വരുന്നത്. നേരത്തെ 30,000 ആയിരുന്നു, അത് ഒരുമിച്ച് കൊടുക്കണമെന്നില്ല. പല ഘട്ടങ്ങളിലായിട്ട് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 30 കൊടുത്തിട്ടുണ്ടെങ്കിൽ 10% ഡിഡക്ട് ചെയ്യേണ്ടിയിരുന്നു. അതിനെയും എന്താക്കി 50 എന്ന് പറയുന്ന ലിമിറ്റിലേക്ക് കൊണ്ടുവന്നു. ഇനി 50,000 അബോവ് ഒരു ഇയറിൽ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം അതിന്റെ 10% 194J പ്രൊഫഷണൽ ഇൻകത്തിൽ നിന്ന് കട്ട് ചെയ്ത് നമ്മൾ TDS റിട്ടേൺ ഫയൽ ചെയ്യണം. അടുത്തത് ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക്സ്. നമുക്ക് ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നു. നേരത്തെ 40,000 മേലെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ബാങ്ക് TDS കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി അത് 50,000 ആണ്. ദെൻ അജ്നുഭായ് പേടിക്കേണ്ട, നിങ്ങൾക്ക് 1 lakh ആക്കിയിട്ടുണ്ടെങ്കിൽ സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് 50,000 എന്നുള്ളത് അത്തരം ആളുകൾക്ക് 1 lakh ആണ്. ദെൻ വിന്നിങ് ഫ്രം ലോട്ടറി. നേരത്തെ 10,000 ഒരു വർഷത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ TDS കട്ട് ചെയ്യായിരുന്നു. ഇപ്പോൾ അത് പെർ ട്രാൻസാക്ഷൻ ആക്കിയിട്ടുണ്ട്. നേരത്തെ ആഗ്രിഗേറ്റ് ഒരു വർഷത്തിൽ 10,000 എന്നത് ഒരു ട്രാൻസാക്ഷനിൽ 10,000 ഉണ്ടെങ്കിലാണ് ഇനി പുതിയ ഇത് പ്രകാരം നമുക്ക് TDSന്റെ ലയബിലിറ്റി വരുന്നത്. കോമ്പൻസേഷൻ ഓഫ് കമ്പൽസറി അക്വിസിഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ പ്രോപ്പർട്ടിയൊക്കെ ഗവൺമെന്റ് കമ്പൽസറി അക്വിസിഷൻ നടത്തും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഹൈവേയുടെ സൈഡിലൊക്കെയാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളതെങ്കിൽ ഹൈവേ വർക്കിന്റെ ഒക്കെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഏറ്റെടുക്കും. നേരത്തെ അതിന്റെ വാല്യൂ 2.5 ലക്ഷത്തിൽ കൂടുതലാണെങ്കിലായിരുന്നു TDS ഡിഡക്ട് ചെയ്യുന്നത്. അത് മാറ്റി 5 lakhലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് മേജർ ചേഞ്ചസ്. പിന്നെ ഒന്ന് MSME ആണ്. നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു സെക്ടറാണ് MSME എന്ന് പറയുന്നത്. MSMEക്കകത്ത് ഒരു വലിയൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. MSMEയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. എല്ലാവർക്കും അറിയാം MSME എന്താണ്, MSME എന്ന് കേട്ടിട്ടുണ്ടാവും. ബട്ട് MSME എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോ സ്മോൾ മീഡിയം, ഇതാണല്ലോ MSME. നേരത്തെ എന്തായിരുന്നു, ഒരു MSMEക്കകത്ത് മൈക്രോ ആവണമെങ്കിൽ ആ കമ്പനി അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് 1 കോടിയും അതിൻ്റെ കറണ്ട് ടേൺ ഓവർ 5 കോടിയുമായിരുന്നു. അങ്ങനെയുള്ള ബിസിനസ് ആയിരുന്നു എന്ത്, മൈക്രോ കാറ്റഗറിയിൽ വന്നത്. അത് 2.5 എന്നും 5 എന്നും റിവൈസ് ചെയ്തു. അതേപോലെ തന്നെ സ്മോൾ കാറ്റഗറിക്കകത്ത് 10 കോടിയായിരുന്നു ഇൻവെസ്റ്റ്മെന്റ്, 50 കോടിയായിരുന്നു ടേൺ ഓവർ, അത് 2500 ആക്കി. മീഡിയം 250 എന്നത് 125 and 500 എന്നാക്കി. എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് അർത്ഥം. 125 കോടി വരെ ഇൻവെസ്റ്റ്മെന്റും 500 കോടി വരെ ടേൺ ഓവറുമുള്ള കമ്പനി ഫിനാൻഷ്യൽ ഇയർ 25-26 മുതൽ MSMEക്കകത്ത് വരും. നേരത്തെ 50 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റും 250 കോടിയുടെ ടേൺ ഓവറുമായിരുന്നു അതിന്റെ ലിമിറ്റ്. അത് ഓൾമോസ്റ്റ് ടേൺ ഓവറിന്റെ ലിമിറ്റ് ഒക്കെ ഡബിൾ ആയി കഴിഞ്ഞു. 500 കോടി വരെ ഉള്ളതിനെ MSME സെക്ടറിലേക്ക് കൊണ്ടുവന്നു. MSMEയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഉദ്ദേശം. നെക്സ്റ്റ് ഓക്കെ, ദെൻ നമ്മളിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് 1961 പാസ് ചെയ്തിട്ടുള്ള ഇൻകം ടാക്സ് ആക്ട് ആണ്. 1961 ആക്ട് ആണ്. നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് IPC ഒഴിവാക്കി അല്ലേ, ഭാരതീയ ന്യായ സംഹിതയോ, യെസ് അങ്ങനെയാക്കി. ഇപ്പം നമ്മുടെ ഇൻകം ടാക്സിന്റെ ആക്ടും 1961 ആക്ടും അമെൻഡ് ചെയ്യാൻ പോവുകയാണ്. മീൻസ് പുതിയ ബില്ല് വരാൻ വേണ്ടി പോവുകയാണ്. വിത്തിൻ 1 വീക്ക് അത് പാർലമെന്റിനകത്ത് പ്രസന്റ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനകത്ത് ട്രസ്റ്റ് ഫസ്റ്റ് സ്ക്രൂട്ടനൈസ് ലേറ്റർ എന്നുള്ളതാണ് ഗവൺമെന്റ് അതിന് കൊടുത്തിട്ടുള്ള ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ 1 India 1 Tax GST പോലെ പുതിയ ന്യൂ ഇൻകം ടാക്സ് ബില്ലിൻ്റേത് ആദ്യം നമ്മളെ വിശ്വസിക്കുന്നു, നമ്മൾ കൊടുത്ത ഡാറ്റ ഡിപ്പാർട്ട്മെന്റ് വിശ്വസിക്കുന്നു, പിന്നെ ഞങ്ങൾ അതിന്റെ മേലെ സ്ക്രൂട്ടനി ചെയ്തോളാം എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.